മൈക്രോസ്കോപ്പി എന്താ നോക്കാം. അതിൽ ലൈറ്റ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടെം ഇലക്ട്രോൺ ബീമുകൾ ഉപയോഗിച്ച് വളരെ ചെറിയ വസ്തുക്കളെയാണ് കാണാൻ സഹായിക്കുന്നത്. ഇനി ഫേസ് കോൺട്രാസ്റ്റ് ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് കോൺട്രാസ്റ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. ജീവനുള്ള കോശങ്ങളെ അവയുടെ ഘടന മാറാതെ നിരീക്ഷിക്കാനാണ് ഫേസ് കോൺട്രാസ്റ്റ് സഹായിക്കുന്നത്. അതേസമയം ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പി എന്താണ് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീനുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇനി സെപ്പറേഷൻ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സെൻട്രിഫ്യൂഗേഷനാണ്. ഡെൻസിറ്റിയുടെ അതായത് സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കോശത്തിലെ ഭാഗങ്ങളെ വേർതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിശ്രിതത്തിലുള്ള പദാർത്ഥങ്ങളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന HPLC, TLC, ജെൽ ഫിൽട്രേഷൻ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ, വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. ഏത്? ക്രൊമാറ്റോഗ്രഫി. ഇനി ഇലക്ട്രോഫോറസിസ് ആണെന്നുണ്ടെങ്കിൽ ചാർജ് അല്ലെങ്കിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ DNA അല്ലെങ്കിൽ പ്രോട്ടീനുകളെയാണ് വേർതിരിക്കുന്നത്. ഇലക്ട്രോഫോറസിസ്. സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനാലിസിസ് എന്താ നോക്കാം. സ്പെക്ട്രോഫോട്ടോമെട്രി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഒരു ലായനിയിൽ എത്രത്തോളം പദാർത്ഥം ലയിച്ചിട്ടുണ്ട് എന്ന്, അതായത് കോൺസെൻട്രേഷൻ എത്ര ഉണ്ടെന്ന് പ്രകാശത്തിൻ്റെ ആഗിരണം വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. അതായത് ആ പ്രകാശത്തിൻ്റെ അബ്സോർബൻസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത്? സ്പെക്ട്രോ ഫോട്ടോമെട്രി. NMR ആൻഡ് എക്സ്റേ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. തന്മാത്രകളുടെ ഘടനയും ആറ്റങ്ങളുടെ സ്ഥാനവും കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. അല്ല മാച്ച് ദ ഫോളോയിങ് പോലെയുള്ളതൊക്കെ പഠിച്ചു വെക്കണം. ഇങ്ങനത്തെ MRI അത് നമുക്കറിയാവുന്നതാണ് അല്ലേ, സിമ്പിളായതാണ്. ശരീരത്തിലെ അവയവങ്ങളുടെ വിശദമായ ചിത്രങ്ങൾ എടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, MRI. ഇനി വേറെ സാങ്കേതിക വിദ്യകൾ നമുക്ക് ഫ്ലോ സൈറ്റോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ സൈറ്റോമെട്രി ഒരു കൂട്ടം കോശങ്ങളെ വളരെ വേഗത്തിൽ ഓരോന്നായി എണ്ണി പരിശോധിക്കാനും അവയുടെ പ്രത്യേകതകൾ വേർതിരിക്കാനും ഏത് ഉപയോഗിക്കുന്നു? ഫ്ലോ സൈറ്റോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓട്ടോ റേഡിയോഗ്രഫി പറഞ്ഞാൽ എന്താ? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസിനെ ട്രാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചിട്ട് കോശത്തിനുള്ളിലെ തന്മാത്രകളെ ട്രാക്ക് ചെയ്യുകയാണ് ഏത്? ഓട്ടോ റേഡിയോഗ്രഫി. അതേപോലെ തന്നെ നാനോ ടെക്നോളജി ടൂൾസ് എന്താണെന്ന് നോക്കാം. AFM എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പാണ്. അപ്പോൾ AFM പോലുള്ള ഉപകരണങ്ങൾ ആറ്റത്തിൻ്റെ തലത്തിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അതാണ് ഇത് നാനോ ടെക്നോളജി ടൂൾസ്. ഓക്കെ അല്ലേ? ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.